തെന്മല ആര്യങ്കാവ് കേന്ദ്രീകരിച്ച് ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. അടുത്ത സമയങ്ങളിൽ നിരവധി വാഹനാപകടങ്ങളാണ് തെന്മല ആര്യങ്കാവ് കേന്ദ്രീകരിച്ചുണ്ടായത്. പുനലൂർ മുതൽ കോട്ടവാസൽ വരെയുള്ള ഭാഗങ്ങളിൽ അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ പുനലൂരിൽ നിന്ന് വേണം ഫയർഫോഴ്സ് സംഘത്തിനെത്താൻ. ഏകദേശം 1 മണിക്കൂർ മുതൽ 1 മണിക്കൂർ 20 മിനിറ്റ് വരെ വേണ്ടിവരും ഫയർഫോഴ്സ് സംഘത്തിന് അപകട സ്ഥലത്തെത്താൻ. കഴിഞ്ഞ ദിവസം ആര്യങ്കാവിലുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് പുനലൂരിൽ നിന്നും ഒരു സംഘം ഫയർഫോഴ്സ് യൂണിറ്റ് 1 മണിക്കൂർ പിന്നിട്ട ശേഷമാണ് അപകട സ്ഥലത്തെത്തിയത്. അതുകൊണ്ടുതന്നെ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കിഴക്കൻ മലയോര മേഖലയിൽ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ ഇപ്പോൾ പുനലൂരിൽ നിന്നാണ് ഫയർഫോഴ്സും സംഘവും എത്തി ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. എന്നാൽ പുനലൂരിൽ നിന്നും വാളക്കോട് റെയിൽവേ പാലം നിരവധി ബ്ലോക്കുകളും കടന്ന് തെന്മലയിൽ എത്തിച്ചേരുമ്പോൾ എല്ലാ അനിഷ്ട സംഭവങ്ങളും പൂർത്തിയായതിനു ശേഷമാണ് ഫയർഫോഴ്സിന് തെന്മലയിൽ എത്തിച്ചേർന്ന് രക്ഷാപ്രവർത്തനം അവസാനമായി അവർക്ക് കണ്ണിയാവാൻ സാധിക്കുന്നത്. എന്നാൽ അടിയന്തരമായി ഭരണാധികാരികൾ തെന്മല മലയോര മേഖലയിൽ ഈ വിഷയം പരിഹരിക്കുവാൻ വേണ്ടി തെന്മലയിൽ അടിയന്തരമായ ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥാപിക്കണം എന്നാണ് എൻ്റെ ആവശ്യം. 2023 നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പുനലൂർ MLA PS സുബാൽ തെന്മലയിലും കുളത്തൂപ്പുഴയിലും ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിനു മറുപടിയായി വകുപ്പ് മന്ത്രി തെന്മല കുളത്തൂപ്പുഴ കേന്ദ്രീകരിച്ച് ഫയർ സ്റ്റേഷൻ ആരംഭിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ നാളിതുവരെയായി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. തെന്മല പഞ്ചായത്തിലൊരു ഫയർഫോഴ്സ് സ്റ്റേഷൻ തുറക്കുന്ന അടിയന്തരമായ ആവശ്യമാണ്. കാരണം ഈ കിഴക്കൻ മേഖലയിൽ ഈ അടുത്ത സമയങ്ങളിൽ 2-3 ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ പലപ്പോഴും ഫയർഫോഴ്സ് വരാൻ മണിക്കൂറുകളോളം താമസിച്ചു. അതുകൊണ്ട് പലരുടെയും ജീവൻ പൊലിയുവാൻ ഇടവന്നു. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഒരു ആംബുലൻസ് സൗകര്യം ഇവിടെ ക്രമപ്പെടുത്തണം. നമുക്കറിയാം ഇവിടുത്തെ MLA ഇവിടെ ഫയർ സ്റ്റേഷൻ ആംബുലൻസ് സൗകര്യത്തോടുകൂടി ഇവിടെ സ്ഥാപിക്കുമെന്ന് പറഞ്ഞാൽ ഇത് നാളിതുവരെ സാധിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുവാൻ അടിയന്തരമായി ഇടപെടണമെന്ന് കോൺഗ്രസ് തെന്മല മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ അഭ്യർത്ഥിക്കും. കിഴക്കൻ മേഖലയിൽ അപകടങ്ങളുണ്ടായാൽ കടക്കിൽ നിന്നോ പുനലൂരിൽ നിന്നോ വേണം ഫയർഫോഴ്സ് സംഘത്തിനെത്താൻ. അടിയന്തരമായി ശബരിമല സീസൺ കഴിയുന്നതിന് മുൻപ് തെന്മല ആര്യങ്കാവ് കേന്ദ്രീകരിച്ച് താൽക്കാലിക ഫയർ സ്റ്റേഷൻ സൗകര്യമെങ്കിലും ഏർപ്പെടുത്തണമെന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും ആവശ്യപ്പെട്ടു. തെന്മലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു അടിയന്തരമായിട്ട് ഒരു ഫയർഫോഴ്സ് ഇവിടെ അത്യാവശ്യം ആവശ്യമായിരുന്നു. ഇവിടെ ആര്യങ്കാവിൽ തന്നെ ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഒത്തിരി വണ്ടി അപകടങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. പുനലൂരിൽ നിന്ന് ഇവിടെ ഒരു വണ്ടി ഓടി വരുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ ആൾക്കാർക്ക് പലർക്കും പല ഇതും സംഭവിക്കുന്നുണ്ട്. ഇവിടെ തെന്മല ഈ ശബരിമല സീസൺ തീർന്ന വരെ എങ്കിലും ഒരു ഫയർഫോഴ്സ് ഇത് അത്യാവശ്യമാണ് തെന്മലയെ സംബന്ധിച്ചോളം. റിപ്പോർട്ടർ കണ്ണൻ, തെന്മല. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69916.